ഗാസ യുദ്ധം തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ഒക്ടോബർ 3 മുതൽ ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു വ്യാകുലത ഈ യുദ്ധം മറ്റ് പ്രദേശങ്ങളിലേക്ക് ഒരു വൈഡർ കോൺഫ്ലിക്റ്റായിട്ട് കൂടുതൽ വിശാലമായ ഒരു കോൺഫ്ലിക്റ്റായി മാറുമോ എന്നുള്ളതാണ്. ഏതാണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം. ഈ ഗാസ ഇതിന് ശേഷം നടന്ന ഇത് ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ ഈ അറ്റാക്ക് ഒരർത്ഥത്തിൽ കൂടുതൽ സിംബോളിക് ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ സബ്സ്റ്റൻസിനേക്കാൾ കൂടുതൽ സിംബോളിക് ആയിരുന്നു. കാരണം ഇസ്രയേലിന് വന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ട് ഇതുവരെ നമുക്ക് വ്യക്തമായ ഒരു സൂചനയില്ല. എന്ന് മാത്രമല്ല അവരുടെ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് അവർ അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതല്ലെങ്കിൽ അത് വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞിട്ട്. പിന്നെ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകളെ പകുതി വഴിക്ക് വെച്ച് തന്നെ നിർവീര്യമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഉണ്ട്. ഈ പറഞ്ഞ അത് കഴിഞ്ഞേറ്റ് വന്ന ഒരു കാര്യം കൂടെ ഇന്നലെ തന്നെ ഇറാൻ പറഞ്ഞു, ഈ ആക്രമണം ഈ പറഞ്ഞ അവരുടെ ആക്രമണം ഞങ്ങൾ നടത്തി, അത് ഇനി തൽക്കാലം വേറെ ആക്രമണങ്ങളൊന്നും തന്നെ ഞങ്ങൾ നടത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥിതിയായിരുന്നു. കാരണം ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം അല്ലെങ്കിൽ നടക്കുന്ന ആക്രമണം അത് ഇറാൻ സർക്കാരിന്മേൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറാൻ എന്തെങ്കിലും നടപടി എടുക്കണമെന്നുള്ളൊരു നിലയിൽ. അത് രണ്ട് മാത്രമല്ല, വേറൊരു കാര്യം നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ഈ ചർച്ചകളിൽ വലിയ തരത്തിൽ ശ്രദ്ധ നേടാതെ പോയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ മുൻ പ്രസിഡന്റ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. മഹ്മൂദ് അഹമ്മദ് നിജാദ് എന്ന് പറയുന്ന ഇറാൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പ്രകാരം ഇറാനിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇറാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിനകത്ത് മുഴുവൻ തന്നെയും ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതിൻ്റെ വെരാസിറ്റിയെക്കുറിച്ചിട്ട് നമുക്കിപ്പം കൃത്യമായി അറിയില്ല. പക്ഷെ അത് നൽകുന്ന സൂചന ഇറാനിലെ ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ തന്നെ അത്ര നല്ല ഐക്യമല്ല ഉള്ളതെന്നാണ്. കാരണം ഇപ്പോഴത്തെ ഇറാനിലെ ഭരണ ഗ്രൂപ്പിനെതിരെ വളരെ കടുത്ത വിമർശകനാണ് ഈ പറയുന്ന മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദ് നിജാദ്. അദ്ദേഹം ഇതിന് മുമ്പ് തന്നെ ഇറാൻ്റെ തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്നെല്ലാം പറയുന്ന പദവി വഹിച്ചിരുന്ന ഒരാളും 2021 തന്നെ സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൊസാദ് ഇറാൻ്റെ സെക്യൂരിറ്റി, ഇറാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിലെല്ലാം തന്നെ, രഹസ്യാന്വേഷണ സംവിധാനത്തിൽ മാത്രമല്ല മുഴുവൻ സർക്കാർ സംവിധാനങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ളത്. മുൻ പ്രസിഡന്റിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ വലിയ വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. നസ്രല്ലയുടെ കൃത്യം ലൊക്കേഷൻ ഇസ്രായേലിന് ടിപ്പ് ഓഫ് ചെയ്തത് ഒരു ഇറാനിയൻ കക്ഷിയായിരുന്നു എന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകൾക്ക് തൊട്ട് പിന്നാലെയാണ് ഈ പറഞ്ഞത് വരുന്നത്. അപ്പം മുൻ പ്രസിഡന്റിൻ്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും ക്രൂഷ്യലായ കാര്യം, അതായത് മൊസാദിൻ്റെ പ്രവർത്തനങ്ങളെ, ഇറാനിൽ മൊസാദ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനായി രൂപീകരിച്ച ഒരു പ്രത്യേക വിങ്ങിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേധാവി തന്നെ മൊസാദിൻ്റെ ഏജൻ്റായിരുന്നു എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഒരിത്. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാൻ്റെ ഈ റൂളിംഗ് ബ്ലോക്കിനകത്ത്, അവരുടെ ആ റൂളിംഗ് ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ കൂടി ഒന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഉണ്ടാവണം ഈ ആക്രമണം എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. പിന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മൊത്തം വിവിധ തരത്തിലുള്ള പവർ ബ്ലോക്കുകളുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ എല്ലാവരുടെയും പല താല്പര്യങ്ങൾ തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റുകൾ ഇതിനകത്ത് കാണാം. അല്ലെങ്കിൽ എല്ലാവരും ഒരേ താല്പര്യമല്ല വയ്ക്കുന്നത്. ഉദാഹരണത്തിന് GCC, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് എന്ന് പറയുന്ന നമ്മുടെ സൗദി അറേബ്യ, UAE ഇതിലെല്ലാം ഉൾപ്പെടുന്നവർ, ഇവർക്കെല്ലാം തന്നെ ഈ പറയുന്ന പോലെ 100% ഹിസ്ബുള്ളയായിട്ടോ ഇറാനുമായിട്ടോ ഒരു താല്പര്യമുള്ളവരല്ല. അപ്പം പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ
ഒന്ന് മെരുക്കണം എന്ന കാര്യത്തിൽ ഇവർക്കും എല്ലാം തന്നെ ഒരു ആഗ്രഹമുള്ളതാണ്. ഹിസ്ബുള്ള അത്രയും വലിയൊരു ശക്തിയായി മാറിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ എല്ലാവരുടെയും താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റ് അത് നമ്മൾ വില പറയുന്ന പോലെ വെറും ഒരു സായുധ സംഘടന മാത്രമല്ല, വളരെ ബേസുള്ള അതൊരു രാഷ്ട്രീയ കക്ഷിയാണ്. അവർക്ക് വലിയ സപ്പോർട്ട് ബേസ് ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ ലെബനണിലെ ഷിയ വിഭാഗം എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ. അതും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷിയ വിഭാഗങ്ങളാണ് അവരുടെ പ്രധാന സപ്പോർട്ട് ബേസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരു ഗൾഫ് മേഖലയിൽ നല്ല സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ശക്തിയായി മാറണമെന്നുള്ളതിനെ കുറിച്ചിട്ട് പലർക്കും വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ കൂടെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു ആൾ ഔട്ട് വാർ നടത്താനായിട്ടുള്ള പ്രേരണ എന്നുകൂടി നമുക്ക് ഒരുപക്ഷെ കരുതേണ്ടി വരും. ഇതാണ് ഇറാൻ്റെ ഈ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്.